ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷി ദേവിയോട് സംസാരിക്കുന്ന സമയത്താണ് ദേവി മനസ്സിലാക്കുന്നത് കേട്ടോ, ധർമ്മൻ്റെ കട ഗോമതി സ്റ്റോറിൻ്റെ തൊട്ടടുത്താണ് വരുന്നതെന്ന്. അപ്പോൾ തന്നെ ദേവി എന്നാലും മാമൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് സംശയത്തോടെ ദേവി ചോദിക്കുമ്പോൾ ഉടനെ തന്നെ മീനാക്ഷി പറയാട്ടോ, അതെ, അല്ലെങ്കിലും നമ്മളെ കൂടെ ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ് നമ്മളെ ചതിക്കുന്നതെന്ന് പറയുമ്പോൾ ദേവിയുടെ മനസ്സങ്ങ് വല്ലാതെ വേദനിച്ചു. എന്താ മീനാക്ഷി, എന്നെയും കൂടെ വെച്ചിട്ടാണോ നീ ഇങ്ങനെ പറഞ്ഞത്? അയ്യോ ഏട്ടത്തി, അങ്ങനെ വിചാരിക്കില്ലേ, ഞാനങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അറിയാണ്ട് വായിന്ന് വീണത് പോയതാ. അയ്യോ ക്ഷമിക്ക്, സോറി ഏട്ടത്തി. സാരയില്ല മീനു, നീ അറിയാതെ പറഞ്ഞു പോയതല്ലേ, കുഴപ്പമില്ല. പിന്നെ അവിടെ എല്ലാവർക്കും സുഖമാണല്ലോ, നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണേ. ആ വിളിച്ചോളാം. പിന്നെ ആനന്ദേട്ടൻ എന്ത് ചെയ്യുന്നു? ആനന്ദേട്ടൻ ഇപ്പോൾ ആ ഫർണിച്ചർ കടയിൽ ജോലിക്ക് പോകുന്നില്ല ഏട്ടത്തി. അയ്യോ അതെന്തു പറ്റി? നല്ല ജോലിയല്ലായിരുന്നോ? എന്താ കാര്യവും നിങ്ങളാരും ചോദിച്ചില്ലേ? ഈ വീട്ടിൽ ഞങ്ങൾ ആരും ചോദിച്ചില്ല എന്താ കാര്യമെന്ന്. ആനന്ദേട്ടൻ ഇപ്പോൾ ഇവിടെ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗോമതി സ്റ്റോറിലേക്ക് പോവാണ്. ശരി, എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ഏട്ടത്തി. ഇനിയിപ്പോൾ അമ്മ കണ്ടുകൊണ്ട് വന്നാലേ ഇനി അതിനാവും വഴക്ക്, അറിയാമല്ലോ. അന്നേരം തന്നെ ഗോമതി അവിടെ നിന്ന് മീനാക്ഷിന്ന് വിളിക്കാനുണ്ടോ. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് മീനാക്ഷി പോവാണ്. അതേസമയം ആനന്ദും ആകാശം കൂടെ സംസാരിക്കാൻ കേട്ടോ. ആനന്ദ് അറിഞ്ഞല്ലോ, എല്ലാവരും അറിഞ്ഞല്ലോ അവിടെ കട തുടങ്ങിയ കാര്യം. ആകാശിന് ഭയങ്കര ദേഷ്യമായി. എന്നാലും ഈ മാമൻ എന്തിനാണ് നമ്മളോട് ഇങ്ങനെ കാണിച്ചത്? ഒരു ധർമ്മമാമൻ വന്നേക്കുന്നു, ധർമ്മമാമൻ കള്ളൻ. അങ്ങേരെ ഇന്നലെ രാത്രി അയാൾ തലയിൽ മുണ്ടും മൂടിക്കൊണ്ട് വന്നില്ലേ കള്ള് കുടിക്കാൻ വേണ്ടിയിട്ട്. അതെ, നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഏട്ടാ വന്നത്. എനിക്ക് തോന്നണേ കാര്യങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടി വന്നതെന്നാണ് തോന്നുന്നത്, ഇവിടെയൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലാതെ വേറൊന്നുമല്ല. എന്നാലും ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. അച്ഛൻ എത്ര വിശ്വസിച്ചതാ, നമ്മളൊക്കെ എത്ര സ്നേഹിച്ചതാ ഈ ധർമ്മമാവനെ. എന്നിട്ട് നമ്മളോട് ഇങ്ങനെ കാണിക്കാൻ ഇങ്ങനെ പാടുണ്ടോ ഏട്ടാ? അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ? എന്തായാലും ഞാൻ പോയി ഇത് ചോദിക്കാൻ തന്നെ പോവാ. അയ്യോ ആകാശം, നീ പോയി ചോദിക്കണ്ട. എന്താ ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ പോണ്ട, അച്ഛനും അമ്മയും സംസാരിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും കാണാൻ ചെന്നപ്പോഴേ അവർ നല്ലപോലെ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇനി നീയായിട്ട് പോകണ്ട. അങ്ങനെ അങ്ങ് വിട്ടു കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയാ ആവട്ടെ, ശരി. എന്നാലും ഒരു വാക്ക് നമ്മളോട് പറയാമായിരുന്നല്ലോ. കട തുടങ്ങിക്കോട്ടെ, പറയാനുള്ളൊരു മര്യാദ ഇല്ലായിരുന്നോ? അപ്പോൾ ഇത് ചോദിക്കണ്ടേ? ഞാൻ ചോദിച്ചു തന്നെ പോവുള്ളെന്ന് പറഞ്ഞു ആകാശ വാശിയില്ല. ആനന്ദനാണെങ്കിൽ ദേഷ്യം വന്നു. എടാ നിന്നോടല്ലേ പറഞ്ഞത് പോയി ചോദിക്കുന്നത്, നിനക്കെന്താടാ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അന്നേരം ആകാശ് വല്ലാതെ ശരി എന്നാൽ പിന്നെ ഞാൻ പോയി ചോദിക്കുന്നില്ല. എടാ സോറി, നിന്നോട് ഞാൻ ദേഷ്യപ്പെട്ടത് എൻ്റെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്. എൻ്റെ വലം കൈയും ഇടം കൈയും ആണ് നിങ്ങൾ രണ്ട് അനിയന്മാർ. നിങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല. സോറി എടാ. സാരില്ല ഏട്ടാ, എനിക്ക് ഏട്ടൻ്റെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാവും. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ കുടുംബത്തിന് ഇപ്പോൾ എന്തോ സംഭവിച്ചിട്ടുള്ളത് പോലെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം തന്നെ എൻ്റെ കാര്യം കണ്ടില്ലേ? ഓരോരുത്തരെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഞാനും ഇപ്പോൾ മനസ്സ് തകർന്ന് ഇങ്ങനെയായി. ഇനി ഇപ്പോൾ ദേ അച്ഛനും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ചോദിക്കാനൊന്നും പോണ്ട, വരുന്നത് വെച്ച് നമുക്ക് നോക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആനന്ദും ആകാശം കൂടെ പരസ്പരം സംസാരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഗോമതിയുടെ മനസ്സിൽ ഇത് വല്ലതും ഇരിക്കുമോ? ഗോമതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാവാണല്ലോ. ഗോമതി എന്താ ചെയ്യാന്ന് വെച്ചാൽ കൃഷ്ണമംഗലത്തേക്ക് ഇറങ്ങി രണ്ട് വർത്തമാനം പറയണം. ഒന്നുമില്ലെങ്കിലും അമ്മയുടെ അടുത്തെങ്കിലും ചോദിക്കണ്ടേ? ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ അമ്മ. ഞാനിവിടെ എന്തുണ്ടെങ്കിലും അമ്മയോട് പറയാറുള്ളതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി മീനാക്ഷിനെയും ഇത്രയും കൂടെ വിളിച്ചും കൊണ്ട് നേരെ കൃഷ്ണമംഗലത്തിൻ്റെ മുറ്റത്തെത്തിയിട്ടുണ്ട്. അവിടെ അമ്മ വന്ന് നിൽപ്പുണ്ട്, കൂടെ രാജശ്രീ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് അമ്മയോട് പറയണത്, എന്നാലും അമ്മ എന്നോട് ഈ ചെയ്തത് വലിയ ചതിയായി പോയി. എന്താ ഗോമതി നീ ഇങ്ങനെ? അമ്മ ഒന്നും അറിയാത്ത പോലെ എന്തിനാ ഇങ്ങനെ സംസാരിക്കണത്? ധർമ്മൻ്റെ കട തുടങ്ങുന്നപ്പോൾ ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞോ അമ്മ? ഗോമതി, നീ വിചാരിക്കും പോലെ എല്ലാ കാര്യങ്ങളും. അവൻ എവിടെയാ കട തുടങ്ങുന്നത്, എന്ത് കടയായി ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ചെന്ന് കാണുമ്പോഴാണ് ഞങ്ങളത് അറിയണത് പോലും. എല്ലാം അച്യുത നടത്തിയ കാര്യമാണ്, അതുകൊണ്ട് എനിക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു. അമ്മേ വെറുതെ നുണ പറയല്ലേ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. അമ്മയെങ്കിലും എല്ലാവരും ഞങ്ങളെ ഒറ്റപ്പെടുത്തിയപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം തെറ്റിച്ചു. അപ്പോൾ രാജശ്രീ അവിടെ നിന്നുകൊണ്ട് പറയാ, അയ്യോ ഗോമതി, നീ എന്തിനാ ഇങ്ങനെ അമ്മേനെ വഴക്ക് പറയുന്നത്? അമ്മയെ വഴക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നല്ലാതെ ദേ എനിക്കൊരു കാര്യം പറയണ്ട. നിങ്ങളുടെ ഭർത്താവും ഏട്ടമ്മും എല്ലാവരും കൂടെ ചേർന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ബാലേട്ടനെയും ഒക്കെ തകർക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ധർമ്മനെ മുന്നിൽ നിർത്തി എൻ്റെ ബാലേട്ടനെ അങ്ങ് തകർത്ത് കളയാന്ന് അല്ലേ? അങ്ങനെ വിചാരിക്കണ്ട. ഞങ്ങൾ അന്തസ്സായിട്ട് തന്നെ ആ കട നടത്തും. പിന്നെ എൻ്റെ ബാലേട്ടനെ മനസ്സ് വിഷമിപ്പിച്ച് അതിന് പകരം ചോദിക്കാനായിട്ട് ധർമ്മൻ ഈ ചെയ്തില്ലേ, അത് ഈ കട അധിക കാലമൊന്നും മുന്നോട്ട് പോവില്ല, വാഴില്ല, നോക്കിക്കോ.
അന്നേരം നമ്മുടെ അമ്മ പറയട്ടെ, രാജശ്രീ നീ ഒന്നും മിണ്ടാതിരിക്കുക, സത്യം അറിയണമെന്നും പറഞ്ഞ് വരുന്നവരല്ലേ, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റൂ. ഇതിപ്പോൾ അവൾക്കത് മനസ്സിലാക്കണ്ട, അവളെന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ അമ്മ അങ്ങ് പോവാം. അപ്പോൾ രാജശ്രീയും പറഞ്ഞിട്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ നീ പ്രാകുന്നത്? അവൻ നന്നായി കാണണമെന്നല്ലേ ആഗ്രഹം, അത് തന്നെയാണ്, അതിന് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓ അത് ശരി. അവനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്ര വർഷമായിട്ട് നിങ്ങളുടെ കൂടെ അല്ലായിരുന്നോ അവൻ, എൻ്റെ ധർമ്മൻ? അപ്പോൾ അവനെ ഈ ഗോമതി സ്റ്റോറിൽ നിന്ന് എന്ത് ഗുണമാണ് ഉണ്ടായിരുന്നത്? ഒരു 25,000 രൂപ കളവ് പോയി എന്ന് പറഞ്ഞ് അവൻ്റെ തലയിൽ കള്ളത്തരം കെട്ടി വെച്ചിട്ട് അവനെ അവിടെ നിന്ന് അടിച്ചിറക്കേണ്ട ഗതി വന്നില്ലേ? എന്നിട്ട് അവൻ്റെ കയ്യിൽ എന്തെങ്കിലും നയ്യാ പൈസ ഉണ്ടോ? ഇത്രയും കാലം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടതിന് അവന് കിട്ടിയത് ഇതാണല്ലോ, അതിനൊന്നും നിനക്കൊന്നും പറയാനില്ലേ? അപ്പോൾ ഗോമതി പറയണം, അല്ല അതെന്ന് വെച്ചാൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഒക്കെ ശരി തന്നെയാണ്, അതൊക്കെ നമ്മൾ അപ്പം ഇത്ര മാറിയെന്ന് പറയാം, ഇതെല്ലാം കണ്ടുപിടിച്ച് നമ്മൾ ക്ലിയർ ചെയ്തല്ലോ. അതും കൃഷ്ണമംഗലത്തുള്ളവരല്ലല്ലോ കണ്ടുപിടിച്ചത്, ഞങ്ങൾ എന്നല്ലോ കണ്ടുപിടിച്ചത്. അപ്പോൾ ഉടനെ ഗോമതിയോട് പറയാം, അല്ലെങ്കിലും ഈ വീട്ടിലുള്ള പ്രശ്നങ്ങളെല്ലാം തുടങ്ങാൻ കാരണം നീ ഒറ്റൊരുത്തിയാ. ആര്? ഞാനോ? അതെ ഗോമതി, നീ തന്നെയാണ്. വിവാഹ ദിവസം തലേന്ന് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, അന്ന് തുടങ്ങിയതാ ഇവിടെ ഏട്ടന്മാർ തമ്മിലുള്ള യുദ്ധം. അത് നിനക്കറിയാമല്ലോ, നീ തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണക്കാർ, അല്ലാതെ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയുമ്പോൾ ഗോമതിക്ക് ചെറിയൊരു വിഷമം വരുവാട്ടോ. അപ്പോൾ മീനാക്ഷി കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, മീനാക്ഷി വിട്ടുകൊടുക്കില്ല. മീനാക്ഷി ഉടനെ പറയണം, അമ്മയെ പറയേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് തന്നെയാണ് ഇവിടെ അച്ഛൻ അമ്മയെ നോക്കുന്നത്, ഒരു കുറവും വരുത്താതെ. ഓ തന്നെ, പിന്നെ വലിയവർ സംസാരിക്കുമ്പോൾ പിള്ളേർ കാര്യം കൊണ്ട് ഇടപെടല്ലേ, അവിടെ നിന്നെ അങ്ങനെയൊന്നും പഠിപ്പിച്ചില്ലേ നിൻ്റെ അമ്മയും അച്ഛനും എന്ന് മീനാക്ഷിയോട് രാജശ്രീ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ മീനാക്ഷി പറയണുണ്ടോ, അതെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ല പോലെ തന്നെ കേട്ടോ എന്നെ വളർത്തിയത്. ഓ അത് ശരി. പിന്നെ ഈ കാര്യം പറയും. അപ്പോൾ രാജശ്രീ പറഞ്ഞിട്ട്, എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ശരി, ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും, എനിക്കതിന് ഒളിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്നേരം മീനാക്ഷി വീണ്ടും പറയാം, അതെ ഇപ്പം രാജശ്രീ ആൻറ്റി എന്താ പറഞ്ഞത്? മുഖത്ത് നോക്കി പറയുമല്ലേ, ആരുടെ മുഖത്ത് എന്തുണ്ടെങ്കിലും. എനിക്കും ഉണ്ട് ആ സ്വഭാവം, ഞാനും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നതും വളർന്നതും. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ എൻ്റെ അച്ഛനമ്മയും എന്നെ എങ്ങനെ വളർത്തിയതെന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. എൻ്റെ അച്ഛനമ്മേനെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത്, പക്ഷേ നിങ്ങളല്ലേ നിങ്ങളുടെ മോനെ അലോകിനെ വളർത്തിയത്, അപ്പോൾ നിങ്ങളുടെ വളർത്തു ദോഷം കൊണ്ടാണല്ലേ നിങ്ങളുടെ മോൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചോദിക്കുമ്പോൾ രാജശ്രീക്ക് ഉത്തരം മുട്ടിപ്പോയി. രാജശ്രീ അവിടെ നിന്നൊരു പോക്കങ്ങ് പോവാട്ടോ. അതോടുകൂടി നമ്മൾ ഗോമതിക്ക് സന്തോഷമായി. മീനാക്ഷി നീ അതിനുള്ള മറുപടി കൊടുത്തത് എനിക്കങ്ങ് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. എന്തായാലും അമ്മയ്ക്ക് സമാധാനമായല്ലോ, എനിക്കത് മതി, നമുക്കിനി പോകാമെന്നും പറയാം. ഗോമതി പറയുന്നുണ്ട്, ഇല്ല എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താണ് പറയാനുള്ളത്? അത് കൃഷ്ണമംഗലത്തിൻ്റെ മുറ്റത്ത് ചെന്ന് നിന്നും കൊണ്ട് എനിക്ക് 4 വർത്തമാനം പറയണമെന്ന് ഗോമതി പറയാം. അമ്മ അവരെല്ലാവരും അകത്ത് കയറി പോയില്ലേ, പിന്നെ എന്തിനാ ഇനി ഇങ്ങനെ അവരകത്തിരുന്ന് കേട്ടോളും. എന്നാലും ഞാൻ പറയും, അതെ നിങ്ങളെല്ലാവരും കൂടെ ഒരു കാര്യം കേട്ടോ, എൻ്റെയും എൻ്റെ ബാലേട്ടനെയും തകർത്ത് ഗോമതി സ്റ്റോർ പൂട്ടിക്കാനാണ് നിങ്ങളുടെയൊക്കെ ഭാവമെങ്കിൽ നടക്കാൻ പോകുന്നില്ല. നമ്മൾ അന്തസ്സായിട്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഇപ്പോൾ തുടങ്ങി ഈ കടയെ അധികകാലം മുന്നോട്ട് പോകത്തുമില്ല എന്നൊക്കെ പറഞ്ഞു വീണ്ടും ഒന്നും കൂടെ. എന്നിട്ട് നിങ്ങളൊക്കെ ഇത് കേൾക്കുന്നതെന്ന് എനിക്കറിയാം, ഇതെല്ലാം നിങ്ങളുടെ ഏട്ടന്മാർ വരുമല്ലോ എൻ്റെ, അപ്പോൾ അതും കൂടെ അങ്ങ് പറഞ്ഞു വെച്ച് കൊടുത്തേരെ എന്നും പറയാട്ടോ. എന്നിട്ടാണ് ഇവർ തിരിച്ചിങ്ങോട്ട് നടന്ന് വരുന്നത്. അകത്ത് അമ്മയും രാജശ്രീയൊക്കെ ഇത് കേട്ട് അന്തം വിട്ട് നിൽക്കട്ടോ, നമ്മുടെ ഗോമതിയുടെ സംസാരമെല്ലാം കേട്ടിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കടയിലാണെങ്കിൽ അന്നത്തെ ദിവസം ഗോമതി സ്റ്റോറിൽ വലിയ കച്ചവടമൊന്നുമില്ല. അത് നമ്മുടെ ബാലനും വല്ലാത്ത വിഷമത്തിലാണ്. ആനന്ദും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അച്ഛാ ഇന്ന് വലിയ കച്ചവടമൊന്നും നടക്കുന്നില്ലല്ലോ, പുതിയ കട അപ്പുറത്ത് വന്നില്ലേ അതുകൊണ്ടാവുമല്ലേ? ചിലപ്പം ആയിരിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രാമേട്ടൻ പറയാം, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് തന്നെ കിട്ടും. പിന്നെ പുതിയത് കണ്ടും കൊണ്ട് അങ്ങോട്ട് ചായുന്നവർ അവരുടെ ഗുണം അങ്ങനെയുള്ളവർ മാത്രമേ അങ്ങോട്ട് പോകത്തുള്ളൂ. ഗുണമേന്മയും സത്യസന്ധതയും ഒക്കെ തേടി വരുന്നവർ ഇങ്ങോട്ട് തന്നെ വരും. പിന്നെ ആദ്യത്തെ ഒരു എടുപ്പ് അത്രയേ ഉള്ളൂ. പക്ഷേ ഇങ്ങോട്ട് വരേണ്ടവർ ഇങ്ങോട്ട് തന്നെ വരും. 2 ദിവസം കഴിയുമ്പോൾ നോക്കിക്കോ ഒക്കെ പഴയ പോലെ ആയിക്കോളൂന്ന് രാമേട്ടൻ സമാധാനപ്പെടുത്താണ്. അന്നേരം ബാലൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, അത് ഞാൻ എല്ലാവരെയും വിശ്വസിച്ചു, പക്ഷേ എല്ലാവരും നമ്മളെപ്പോലെ സത്യസന്ധരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ കുഴപ്പം. ഇപ്പം തന്നെ കണ്ടില്ലേ ഉദയഭാനു കാണിച്ചു വെച്ചിരിക്കുന്നത്. അവൻ കാരണം എൻ്റെ മോൻ്റെ ജീവിതം ഇങ്ങനെയായി, അവളുള്ള ജോലിയും കൂടെ കളഞ്ഞിട്ട് അവൻ ദേ ഇവിടെ വന്ന് നിൽക്കുന്നു. ഓരോരുത്തരെയും നമ്മൾ എങ്ങനെ വിശ്വസിക്കും രാമേട്ട? ആരാ എന്താ എങ്ങനെയെന്ന് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലൻ സങ്കടപ്പെടുമ്പോൾ പെട്ടെന്ന് എന്നെ ആകാശ് പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെയൊന്നും വിഷമിക്കണ്ട, സമാധാനമായിട്ടിരിക്കുക, ഒക്കെ ശരിയാവും. ഞാനേ ധർമ്മൻ മാമൻ്റെ അടുത്തേക്ക് പോയി 2 വർത്തമാനം പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ആനന്ദേട്ടനാ സമ്മതിക്കാത്തത്. വേണ്ട മോനെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ശരി, അത് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അന്നേരം ആനന്ദിന് പെട്ടെന്നൊരു ഫോൺ വരികയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ആരാടാ വിളിച്ചത്? അത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ആനന്ദ് ഫോണും കൊണ്ട് വെളിയിലേക്ക് പോവാണ്.
അപ്പോൾ എന്താ കാര്യമൊന്നും ആണെന്ന് പറയുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ദേവീനെയാണ് കാണിക്കുന്നത് കേട്ടോ. ദേവി കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് കറി ഇടാനുണ്ട്, ഉപ്പുപാത്രം എടുക്കുകയാണ്. ഉപ്പുപാത്രം കുപ്പി ചില്ല് താഴെ വീണ് പൊട്ടുക കേട്ടോ. അന്നേരം ഭയങ്കര സങ്കടത്തോടെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ശ്രീകല വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? ഉപ്പുപാത്രം വീണ് താഴെ വീണ് പൊട്ടിയോ? അതൊന്നും നീ പേടിക്കണ്ട, പൊട്ടിയെങ്കിൽ നീ അതൊക്കെ തൂത്തുവാരി കളയുക, അത്രയല്ലേ ഉള്ളൂ, വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയല്ലമ്മേ, ഉപ്പ് പാത്രം തറയിൽ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ശാസ്ത്രമുണ്ട്, പിന്നെ പ്രശ്നങ്ങളാവുമെന്നാണ്. ഏയ് അതൊക്കെ ചുമ്മാതാ. അല്ല, ഞാൻ ദേവമംഗലത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ എനിക്ക് സംഭവിച്ചു. ഉപ്പുപാത്രം കയ്യിൽ നിന്ന് വീണ് പൊട്ടിയപ്പോൾ അന്ന് അമ്മ എന്നോട് പറഞ്ഞത് അവിടുത്തെ അമ്മ. അതോടുകൂടി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരെയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്തോ വലിയൊരു ഇതെനിക്ക് വരാൻ പോകുന്നു. അതാ എനിക്ക് തോന്നുന്നു ആനന്ദേട്ടൻ എനിക്ക് നഷ്ടപ്പെടുമോ എന്നൊരു സംശയം. അപ്പോഴത്തേക്കും ശ്രീകല പറയാ, എടി മോളെ നീ വിഷമിക്കാതെ, നീ എന്ത് വന്നാലും ശരി, എന്നെ ഒരാഴ്ചയ്ക്ക് ആനന്ദ് ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉറപ്പായിട്ടും വന്നിരിക്കും, അവൻ വരെയും ചെയ്യും, നിന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും എന്ന് പറഞ്ഞ ശ്രീകല വീണ്ടും നമ്മുടെ ദേവിക്ക് വിശ്വാസവും വാക്കും ഒക്കെ കൊടുത്ത് ഉറപ്പിച്ച് അവിടെ നിർത്താറുണ്ട്. ഇതിൻ്റെ എപ്പിസോഡ് ലേറ്റസ്റ്റ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്